الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على الذات المحمدية اللطيفة الهدية شمس سماع الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة فإن أمرتي بسوء ما تعلم من جهلها بنذير الشيب والهرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أعدت من الفعل الجميل قراء ضيف لم برأسي غير محتشم لو كنت أعلم أني ما أوقره كتمت سرا بدا لي منه بالكتب يا رسولنا سلام يا حبيبنا سلام يا رسولنا سلام يا حبيبنا سلام مولاي صل وسلم دائما أبدا على
الخلق كلهم وعلى أمة سيدنا محمد. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹധന്യരായ രക്ഷിതാക്കളെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, ഉമ്മബഹന്മാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ ഈ മദ്രസയുടെ തിരുമുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച സർവ്വ പാപങ്ങളും ജാതിയന്താവായ റബ്ബ് തആല പരിപൂർണമായി വിട്ടുപുറത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം പാപ സുരക്ഷിതരായി ജീവിക്കുവാനുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ വരവോടുകൂടി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേണ്ട ലോകോത്തര രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി വിശ്വാസി സമൂഹം വെമ്പൽ കൊള്ളുകയാണ്. ഈ ഒരു അവസരത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിനെ കുറിച്ചും ആ ഹുബ്ബ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചും ഒരല്പനേരം നിങ്ങളുമായി സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമ്മൾ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും യഥാവിധം ജീവിതത്തിൽ പകർത്തി അല്ലാഹുവും അവന്റെ ഹബീബും പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ നമ്മുടെ ആയുസ്സിനെ ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനുമായി കണക്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. അവന്റെ വിശ്വാസം പരിപൂർണ അർത്ഥത്തിലെത്തണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തെ തിരുചര്യകളെ, അവിടുത്തെ അഖ്വാല്, അഫ്ആല്, ഹറകാത്ത്, സകനാത്തുകളെ യഥാവിധം പിന്തുടരുകയും മനസ്സിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഓരോരുത്തരുടെയും ഈമാൻ തന്നെ കാമിലാകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളുടെ ഈമാനിന്റെ പരിപൂർണതയെ സംബന്ധിച്ചാണ്. സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സർവോപരി മറ്റ് ജനങ്ങളെക്കാളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആണ്ടു പോകുന്നത് വരെ നമ്മൾ ഒരിക്കലും പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒരു വാക്കുകളിലൂടെ മാത്രം ഒതുക്കി നിർത്തുകയാണോ വേണ്ടത്? അതല്ല, കൽപറിഞ്ഞുകൊണ്ട് ആ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ യഥാവിധം ആ നബിയുടെ തിരുചര്യ പിൻപറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരുവരുടെ മനസ്സറിഞ്ഞൊന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടത് തന്നെയാണ്. സമകാലിക സാഹചര്യങ്ങൾ എന്തുകൊണ്ടും പ്രതികൂലമായി നിൽക്കുമ്പോഴൊക്കെയും അവിടെയൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക, ഉദാത്തമായ മാതൃക മലർക്കെ തുറന്നിട്ടിരിക്കുമ്പോൾ അതൊക്കെ യഥാവിധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കുക എന്നുള്ള ആ ഒരു വലിയ സദുദ്ദേശപരമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊക്കെ പുനഃപരിശോധിക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്
പരിശുദ്ധമായ ഖുർആനിൽ കൃത്യമായ വ്യക്തമായ മാനദണ്ഡങ്ങൾ ബോധ്യത്തോടുകൂടിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ വിശ്വാസി സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹപ്രകടനം ഏതെല്ലാം രൂപത്തിലൂടെ അവൻ കൊണ്ടു നടക്കണം. നമ്മളൊക്കെ പലതിനെയും സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. ആ സ്നേഹവും ആ ഇഷ്ടവും അവരോട് തുറന്നു പറയലിലൂടെയാണ് ഓരോ സ്നേഹങ്ങളും ഇഷ്ടങ്ങളും യഥാർത്ഥത്തിൽ അത് പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്നത്. എന്നാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ സ്നേഹിക്കുമ്പോൾ, ആ ഹബീബായ മുത്തുനബിയെ ഇഷ്ടപ്പെടുമ്പോൾ ഏറ്റവും വലുത് അതിന്റെ മുമ്പിലുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ ഒരു സംഭവമാണ് നമ്മുടെയൊക്കെ മുമ്പിലിരിക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലൂടെ മുത്തുനബി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ തിരു ഹദീസുകളിലൂടെ, അത് മുഴുവനും അനുധാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളൊക്കെ ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടത്. മുത്തുനബിയുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളും നമ്മളൊക്കെ യഥാവിധം അത് എടുത്തു പോരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതും മുത്തുനബിയെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെ ഒരു വിശ്വാസിയുടെ ബാധ്യതകളിൽപ്പെട്ടതാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയങ്ങളോട് പറയാൻ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പന നടത്തുകയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പഠിച്ച യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പകാലം മുതൽ പഠിച്ച ഏകനായ ഏകയിലായ അല്ലാഹ്, ആ അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ആ അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡമാണ് ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെഞ്ചുണ്ടങ്ങളിലൂടെ പരിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഓതുന്നത്. ഖുൽ നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നുവെങ്കിൽ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ പ്രിയം വെക്കുക? നമ്മളൊക്കെ പഠിച്ചു വെച്ച അല്ല ഏത് അല്ലയാണ്? എന്ത് ചെയ്താലും നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന അല്ല ഒരിക്കലുമല്ല. അല്ലാഹു വിശാലമായ നീതിയുടെ കവാടങ്ങൾ നമുക്ക് മുമ്പേ മലർക്കെ തുറന്നിട്ട ജഗതിയന്താവായ റബ്ബാണ്. എല്ലാവിധ നീതിയും നാളെ പടച്ചറപ്പിന്റെ റഹ്മത്താവുന്ന കാരുണ്യം നാളെ പാരത്രിക ലോകത്താണ് നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ 100 റഹ്മത്താണ് അല്ലാഹുവിനുള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരൊറ്റ റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ളതെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന് 100 റഹ്മത്താണുള്ളത്, 100 കാരുണ്യം. ഈ കാരുണ്യത്തിൽ നിന്ന് വെറും ഒരൊറ്റ ശതമാനം മാത്രമാണ് ഈ ഭൂമി ലോകത്തുള്ളത്. ആ ഒരൊറ്റ ശതമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ മക്കളോട് സ്നേഹപ്രകടനം നടത്തുന്നത്. ഒരാട്ടിൻകുട്ടിയെ അതിന്റെ ആ തള്ളയാട് എങ്ങനെയാണോ പരിചരിച്ചു പോരുന്നത്, അതൊക്കെ ആ ഒരു റഹ്മത്തിന്റെ ഒരംശമാണ് എന്ന് ബഹുമാനപ്പെട്ട മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം നമ്മുടെ ഈമാനിന്റെ കാര്യങ്ങൾ അളക്കുന്നതിനെ സംബന്ധിച്ച്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ നമ്മളെ നരകത്തിലിടാൻ അല്ലാഹുവിന് ഒരിക്കലും
പക്ഷേ ഈ ദുനിയാവ് ഒരു പരീക്ഷണശാലയാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരീക്ഷണങ്ങൾ നടക്കും, പരീക്ഷ നടക്കും. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പാരത്രിക ലോകത്തേക്കുള്ള ഒരു കൃഷിയിടമായിട്ടാണ് ഈ ദുനിയാവിനെ മുത്തുനബി പരിചയപ്പെടുത്തിയത്. ആരാണോ ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത്, വിളവെടുപ്പ് നടത്തുന്നത്, ആ വിള ചെയ്യലിലൂടെ നാളെ പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ അവർക്ക് തക്കതായ വ്യക്തമായ വിളവെടുപ്പ് നടത്തി സുഖലോക സ്വർഗത്തിന്റെ ഉത്തുംഗതകളിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, ഹൽ അദുല്ലുകും അലാ തിജാറ, നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പരിചയപ്പെടുത്തി തരട്ടെയോ? അല്ലാഹു ചോദിക്കുകയാണ്, ഓരോ വിശ്വാസികളെയും വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ അദുല്ലുകും അലാ തിജാറ, നിങ്ങൾക്ക് ഞാനൊരു ബിസിനസിനെ സംബന്ധിച്ച്, ഒരു സംരംഭത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ ബിസിനസിന്റെ പ്രത്യേകത? ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു ജനസമുദായത്തിലേക്കാണ് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ മന്ത്രധ്വനികളുമായി മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്നത്, ഹൽ അദുല്ലുകും അലാ തിജാറ, അല്ലയോ സഹാബത്തെ, അല്ലയോ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരെ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പോലെയുള്ള വലിയ വലിയ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ബിസിനസിന്റെ നേതാക്കന്മാരായി മക്കയിലും മദീനയിലും വാണ്ടവരാണ്. അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതൻ ഓതി കൊടുക്കുന്നു, ഹൽ അദുല്ലുകും അലാ തിജാറ, നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെ. എന്താണ് അതിന്റെ പ്രത്യേകത? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് ആ കച്ചവടത്തിലൂടെ നിങ്ങൾ ലാഭം കൊയ്താൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. പരിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ച്. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഈമാൻ പരിപൂർണതയിലെത്താൻ ഹബീബായ മുത്തുനബിയെ സ്നേഹിക്കണം, അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടലും മുത്തുനബിയെ സ്നേഹിക്കലും അവർ നമ്മിലേക്ക് ഇറക്കി തന്ന പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തുകളും അനുസരിച്ച് ജീവിക്കലാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് കാവലാകുമത്. എന്താണ് ആ കച്ചവടത്തിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹ്, ഒന്നാമതായി ചെയ്യേണ്ട കച്ചവടം, ആ കച്ചവടമാണ് അല്ലാഹുവിനെ കൊണ്ടുള്ള അചഞ്ചലമായ വിശ്വാസം. ഏകനായ റബ്ബിന്റെ തൗഹീദിന്റെ മന്ത്രമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ള ആ ഏകമായ തൗഹീദിന്റെ വചനം നമ്മുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടുള്ള അല്ലാഹുവാണ് ഏറ്റവും വലിയ, അല്ലാഹുവാണ് ആരാധനക്കർഹൻ, അതല്ലാതെ മറ്റൊരു ആളും ആരാധനക്ക് അർഹനല്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കലാണ്. പിന്നെയോ റസൂലി, അല്ലാഹുവിന്റെ റസൂല് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നും വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തലുമാണ്. എങ്ങനെയൊക്കെയാണ് ധർമ്മസമരം നടത്തേണ്ടത്? ബിഅംവാലികും വഅൻഫുസികും, ബിഅംവാലികും വഅൻഫുസികും. കേൾക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട
കച്ചവടം, ഈ കച്ചവടം നിങ്ങൾ ചെയ്താൽ തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും സംരക്ഷണം ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തവർക്ക് സാധിച്ചിട്ടുണ്ട്, ഖന്തക്കിൽ പങ്കെടുത്തവർക്ക് സാധിച്ചിട്ടുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തെ കിറാമിന് ധർമ്മസമരങ്ങളിൽ പരിശുദ്ധമായ ദീനിന് വേണ്ടി സ്വന്തം ശരീരം ജീവാർപ്പണം നടത്താൻ അവരുടെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ അവർക്ക് അവസരം കിട്ടിയെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല എങ്കിൽ അമ്വാലിക്കും നിങ്ങളുടെ മുതലുകൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുതലുകൾ കൊണ്ട് നമ്മൾ ധർമ്മസമരം നടത്തുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാളിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോ ഈ മദ്രസയിലേക്കും ഈ പള്ളികളിലേക്കും ഈ മഹല്ല സംവിധാനത്തിലേക്കും കുട്ടികളെ ഇന്ന് പഠിക്കുന്ന പരിശുദ്ധമായ ശരീഅത്തിന്റെ അറിവ് നുകരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മന്ത്രവചനങ്ങൾ പഠിക്കുന്ന അലിഫും ബാറും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ മദ്രസയുടെ സംവിധാനത്തിലേക്ക് ഒരു രൂപ നമ്മൾ ചെലവഴിക്കുമ്പോ എന്നുള്ള നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാവല് തേടുന്ന കച്ചവടം എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അപ്പൊ ഏറ്റവും വലിയ കച്ചവടം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലും അവന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കലും നമ്മുടെ ശരീരത്തെയും മുതലിനെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ശരീരത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാവിധം എടുത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളത്. സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അത് ഏതൊക്കെ മാർഗമുണ്ടോ അതൊക്കെ, ഏതെല്ലാം മാർഗമുണ്ടോ ആ മാർഗത്തിലൊക്കെ ഹറാമിലേക്ക് നമ്മുടെ ഒരു രൂപ പോലും പോകരുത്. അത് പോയി കഴിഞ്ഞാൽ വെച്ച കാലം നമുക്ക് നാളെ പാരത്രിക ലോകത്തെ എടുത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ ആരും വെറുതെ ശിക്ഷിക്കാൻ ഒരിക്കലും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹുവിന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമാണ് ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഹബീബായ മുത്തനബിയെ സ്നേഹിക്കുമ്പോ ആദ്യമായി അല്ലാഹുവിനെ സ്നേഹിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിന്തുടരണമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ അനുധാവനം ചെയ്യണമെന്നാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃക എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാ നിലക്കും ഇഷ്ടപ്പെടുക മാത്രമല്ല, ജീവിതത്തിലുടനീളം നമ്മൾ അത് കൊണ്ട് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളത് ഈ ആയത്തിന്റെ സാരാംശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ സർവമാന കാര്യങ്ങളും നമുക്ക് കീഴിലാണ്. വാനലോകത്തുള്ള മാലാഖമാര് നമ്മെ ഇഷ്ടപ്പെടും, ഭൂമി ലോകത്തുള്ള മാലാഖമാരും ഇഷ്ടപ്പെടും. നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള മലക്കുകളും നമ്മളെ ഇഷ്ടപ്പെടും. ഇതാര് പറഞ്ഞ? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല ഇന്നി ഉഹിബ്ബു ഫുലാനാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദൻ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ചത്തുലാത്ത് ദ്വീപിൽ മുനവ്വിറുൽ ഇസ്ലാം മദ്രസയുടെ തിരുമുറ്റത്ത് ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരന്മാരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ യുവാക്കളെ, നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. എന്നിട്ട് ഫഖാല ഇന്നി ഉഹിബ്ബു ഫുലാനാ. ജിബ്രീലെ ലക്ഷദ്വീപിലെ ചത്തുലാത്ത് ദ്വീപിലെ മുനവ്വിറുൽ ഇസ്ലാം മദ്രസയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്നാലിന്നയാളുണ്ടല്ലോ, ആ ഇന്നാലിന്നയാളുടെ ഇന്നാലിന്ന മകനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നതാ. എന്നിട്ട് പറയുന്നു, ഫാഹിബ്ബ, ഞാൻ ഇഷ്ടപ്പെട്ട ആ വ്യക്തിയെ ജിബ്രീലെ അങ്ങയും ഇഷ്ടപ്പെടണം, നിങ്ങളും ഇഷ്ടപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫഖാല ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് തിരികെ പറയുന്നതാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഇന്നാളുന്ന വ്യക്തിയെ ഞാനും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ആകാശവാനലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫാഹിബ്ബൂ. ഇന്നാലിന്ന വ്യക്തിയെ, ഇന്നാലിന്ന ദ്വീപിലെ, ഇന്നാലിന്ന മദ്രസക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്നാലിന്നയാളുടെ ഇന്നാലിന്ന മകനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു എന്നോട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഇതാ നിങ്ങളിലേക്ക് ആ വാർത്ത എത്തിക്കുകയാണ്. അതുകൊണ്ട് ആകാശലോകത്തെ വാനലോകത്തെ മാലാഖമാരെ, നിങ്ങൾ മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്തേക്ക് അനൗൺസ്മെന്റ് കൊടുക്കുകയാണ്. എല്ലാ മാലാഖമാരും അത് സമ്മതിക്കുന്നു. ഫയുഹിബ്ബു അഹ്ലുസ്സമാ. വാനലോകത്തുള്ള എല്ലാ മാലാഖമാരും, വാനലോകത്തുള്ള എല്ലാ മലായികത്തുകളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഇഷ്ടം അവൻ കരഗതമാക്കി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഷ്ടവും കരഗതമാക്കി, വാനലോകത്തുള്ള കോടാനുകോടി വരുന്ന മലക്കുകളുടെ ഇഷ്ടവും അവൻ കബൂലാക്കി കഴിഞ്ഞാൽ ثم يوله له القبول في الأرض. പിന്നെ അവനക്ക് ഭൂമിയിൽ പ്രത്യേകമായ ഒരു സ്വീകാര്യത നൽകുമെന്ന് ഹബീബുനാ വ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഇഷ്ടപ്പെട്ടു, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടു, വാനലോകത്തുള്ള മലായികത്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ പ്രത്യേകമായ ഒരു സ്വീകാര്യത ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എതിർത്ത് പറയാൻ പറ്റൂല. അത് ഇന്നാളിന്നാളെ പറഞ്ഞതാണ്, അതുകൊണ്ട് നമുക്കത് എതിർക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്വീകാര്യത മനുഷ്യന് ലഭിക്കുമെന്നാണ് സയ്യിദുൽ കൗനൈനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം. അല്ലാഹു നമ്മെ ആ രൂപത്തിൽ അല്ലാഹു നമ്മെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ മാലാഖമാരും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന അടിയങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.